വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നന്റ് ആകുന്ന ഒട്ടുമിക്ക പേർക്കും ഉണ്ടാകുന്ന, എന്നാൽ ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നിങ്ങൾ പോലും ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. കാരണം പ്രഗ്നന്റ് ആണെങ്കിലും പ്രഗ്നന്റ് അല്ലെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ പ്രഗ്നന്റ് ആണെങ്കിൽ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നോർമലി ഉണ്ടാകുന്നതിനേക്കാളും വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഈ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വായയില്, അതായത് നമ്മുടെ മൗത്തില് സംഭവിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഇവിടെ സംസാരിക്കുന്നത് മൗത്ത് അൾസറിനെ പറ്റിയിട്ടാണ്. മൗത്ത് അൾസർ എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ ഞെട്ടണ്ട, കാരണം പറയാനായിട്ട് പോകുന്നത് വായ്പുണ്ണിനെ പറ്റിയിട്ടാണ്. വായ്പുണ്ണ് ഒരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ? അതെ, തീർച്ചയായിട്ടും വായ്പുണ്ണ് ഒരു പ്രഗ്നൻസി ലക്ഷണം തന്നെയാണ്. പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും പല ശരീര അവയവങ്ങളിലും വ്യത്യാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന നമ്മുടെ ഒരു ശരീരഭാഗമാണ് മൗത്ത് എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് പലതരത്തില് വായയിൽ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടാകും. അതിൽ ഏറ്റവും ആദ്യത്തത് നമ്മുടെ മോണയും അതുപോലെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ വിങ്ങുന്നത്, വേദന ഉണ്ടാവുന്നത്, പല്ലിൽ നിന്ന് ചോര വരുന്നത്, അതുപോലെ വായയിൽ മെറ്റാലിക് ടേസ്റ്റ് വരുന്നത്, വായയിൽ കയ്പുണ്ടാവുന്നത്, ഇതൊക്കെ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് വായയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ മൗത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പല്ലിൽ എന്തെങ്കിലും കേടുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് പല്ല് കേടൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര വേഴ്സ് ആവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് പല ഡോക്ടേഴ്സും പറയുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ, പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ചെക്കപ്പ് നടത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ വായയും കൂടി ചെക്ക് ചെയ്യണമെന്നാണ്. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്തോറും നമുക്ക് അനസ്തേഷ്യ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. വായയിൽ കേടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യ വന്നിട്ടല്ലേ അത് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കേട് നമുക്ക് അല്ലാണ്ട് തന്നെ ക്ലീൻ ചെയ്യാം. പക്ഷെ പല്ല് പറിക്കണമെങ്കിലൊക്കെ നമുക്ക് അനസ്തേഷ്യ വേണ്ടേ? അപ്പൊ അതൊക്കെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ആവശ്യം വേണ്ടുന്ന സാധനങ്ങളല്ല, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പല ഡോക്ടേഴ്സും പറയുന്നുണ്ട് നമ്മൾ വായ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ മൗത്ത് അൾസറിനെ പറ്റി നമുക്ക് നോക്കാം. എല്ലാ സ്ത്രീകൾക്കും അതുപോലെ എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവുന്ന ഒന്നാണ് വായ്പുണ്ണെന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആകുമ്പോൾ ഇത് തുടർച്ചയായിട്ട് അനുഭവപ്പെടാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അവയിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ആകുന്ന സമയം മുതൽ നമ്മുടെ ശരീരം ആ ഒരു എംബ്രിയോനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ വളർച്ചയുടെ ഓരോ മൈൽ സ്റ്റോൺസിനും എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിലെ ആ ഒരു ബ്ലഡിൽ നിന്നൊക്കെയാണല്ലോ ഈ ന്യൂട്രിയൻസ് ഒക്കെ കുഞ്ഞിലോട്ട് എത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിലെ പ്രോട്ടീൻസിന്റെയും അതുപോലെ പോഷകങ്ങളുടെയും ഒക്കെ അഭാവം സംഭവിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മൗത്ത് അൾസർ ഉണ്ടാകുന്നതിന്, അതായത് വായ്പുണ്ണ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്തെ വ്യത്യാസമാണ് ഹോർമോണൽ ചേഞ്ചസ്. നമ്മളിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോഴേക്കും ഒരുപാട് പേർക്ക് മൗത്തില് വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വായ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുന്നു. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തോട് ബ്രഷ് കൊണ്ടാൽ മതി, അങ്ങനെ പൊട്ടുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല നുറുക്കോ കപ്പുറത്തോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ഭാഗം കൊണ്ടിട്ടാണെങ്കിലും പെട്ടെന്നൊരു മുറിവ് സംഭവിക്കുക. ഇതെല്ലാം പലർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം ഇങ്ങനെ നമ്മുടെ ശരീരം സെൻസിറ്റീവ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സ്പൈസി ഫുഡ്സ് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം ഓൾറെഡി സെൻസിറ്റീവ് ആണ് പ്രഗ്നൻസി ആകുന്ന സമയത്ത്. അതായത് പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെൻസിറ്റീവ് ആകുമ്പോഴേക്കും കൂടുതൽ എരിവുള്ള മസാലകളൊക്കെയുള്ള സ്പൈസി ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇതും മൗത്ത് അൾസർ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അടുത്ത റീസൺ ആണ് അയേൺ ഡെഫിഷ്യൻസി. നമ്മളുടെ ശരീരത്തിലും ഫോളേറ്റ്, അതുപോലെ അയേൺ, വിറ്റമിൻ B12 ഇവയുടെയൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മൗത്ത് അൾസർ വരുന്നതിന് കാരണമാവുന്നു. ഈ മൗത്ത് അൾസർ നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ഫോളേറ്റും അയേണും വിറ്റമിൻ B എന്നൊക്കെ പറയുന്നത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള പോഷകങ്ങളാണ്. അപ്പോൾ ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ശരീരം ഉള്ളത് വെച്ച് ഉപയോഗിച്ച് ആഗിരണം ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി വരുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
ഇനി ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഒരുപാട് പേർക്ക് മൗത്ത് അൾസർ വരുമ്പോഴേക്കും തുറക്കാൻ പറ്റില്ല, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും ആയിരിക്കും. ഒരു ഭാഗത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് 1-2 ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ നമ്മളുടെ ശരീരത്തിൽ ഇല്ലാതെ ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മറ്റു പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ന്യൂട്രീഷണൽ ഡയറ്റ് നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ എന്ത് ഭക്ഷണം പ്രഗ്നന്റ് ആകുമ്പോൾ കഴിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ കുഞ്ഞിന് ശരീരത്തിൽ ഒരു ബെനഫിറ്റെങ്കിലും കൊണ്ടുവന്ന് തരുന്ന തരത്തിലുള്ളതായിരിക്കണം. നിങ്ങൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അതുപോലെ ഫ്രൂട്ട്സ്, നട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. ആ ശരീരത്തിൽ നമ്മൾ പോലും അറിയാതെ നമുക്കതൊക്കെ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ ക്രേവിങ്സ് കൊണ്ട് ഔട്ട്സൈഡ് ഫുഡ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അതായതിപ്പോൾ എന്താ പറയുക, ബർഗർ കഴിക്കുക, കൂടുതലായിട്ട് പിസ്സ കഴിക്കുക, സാൻഡ്വിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഷവർമ കഴിക്കുക, അൽഫാം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് ഒരുപാട് ക്രാവിങ്സ് ഉണ്ടാകും. ഇത് നമ്മൾ കൂടുതലായിട്ട് ആ ക്രാവിങ്സിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ എത്തുന്നതിന് അത് കാരണമാകുന്നു. പ്രഗ്നൻസി സമയത്ത് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മളിൽ ഒബിസിറ്റി ഉണ്ടാകാനും മറ്റു പല ബുദ്ധിമുട്ടുകൾ ഫോം ചെയ്യുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ട് ന്യൂട്രീഷണൽ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ദിവസം ഒരു വെജിറ്റബിളോ ഒരു ഫ്രൂട്ടോ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉറപ്പുവരുത്തുക കേട്ടോ. അതുപോലെ കഴിക്കാൻ പറ്റുന്ന അത്രയും നട്ട്സും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ വേദനയൊക്കെ ഉണ്ടാവുന്ന ഭാഗത്ത് നിങ്ങൾ ഐസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഡയറക്റ്റ് ഐസ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ ഐസ് പൊടിഞ്ഞിട്ട് നിങ്ങൾ പയ്യെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഏത് ഭാഗത്താണോ അതിങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആശ്വാസം ഇടയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകൂ എന്നൊന്നുമില്ല കേട്ടോ. യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിനെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, ആ ലക്ഷണങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് വരുന്നുണ്ടെങ്കിലും എത്രത്തോളമാണ് ഫ്ലോ പോകുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്ലോ വളരെ കുറവാണെങ്കിൽ അതിനർത്ഥം നമുക്ക് പ്രതീക്ഷിക്കാൻ അവിടെ ചെറിയൊരു ഹോപ്പ് കൂടി ഉണ്ടെന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.